നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ അഭിലാഷിന് ജിസേലിനോടുള്ള ഒരു നീരസം, ഒരു ഇഷ്ടമില്ലായ്മ പ്രകടമാകുന്ന ചില കാര്യങ്ങളാണ് ബിഗ് ബോസിനുള്ളിൽ സംഭവിച്ചത്. അതായത് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അഭിലാഷും ഒനിയിലും കൂടെ ചർച്ച ചെയ്യുകയുണ്ടായി, ജിസൈലിനെ വെസൽ ടീമിൽ കൊണ്ടുവരണം. കാരണം നല്ല ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജിസൈലിനെ അവർ വെസൽ ടീമിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചത്. കൂടാതെ ജിസൈലിനെ നോമിനേഷനിലും കൊണ്ടുവരണം എന്നത് അഭിലാഷിനൊരു ആഗ്രഹമായിരുന്നു. തുടർന്ന് ഇവർ പിറ്റേന്ന് തന്നെ ഒനിയിലും അഭിലാഷും കൂടി നല്ല രീതിയിൽ ചർച്ച നടക്കുകയുണ്ടായി. തുടർന്ന് എന്തായാലും പിറ്റേ ദിവസം തന്നെ ടീം തിരിച്ച സമയത്ത് ജിസൈലിനെ വെസൽ ടീമിലേക്ക് കൊണ്ടുവന്നു. കൂടാതെ ജിഷിനെയും ജിസൈലിനും നല്ല പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും പാടുള്ള ടീമിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിന് ജിസൈലിന് പ്രോബ്ലം ഒന്നും തന്നെ ഇല്ലായിരുന്നു. കൂടാതെ അനീഷിനെയും കൊണ്ടുവന്നത് ജിസൈലിനൊരു പണിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ക്യാപ്റ്റനാക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങനെ അവിടെ നിന്നപ്പോൾ ജിസൈൽ പറഞ്ഞു, ഇത് കുറച്ച് പാടുള്ള ഇതാണ്, അതുകൊണ്ട് ഒരാളെയും കൂടി തരണമെന്ന്. കാരണം ആർക്കും വേണ്ടാതെ ആർക്കും ടീമിലൊക്കെ ഒരുപാട് പേരുണ്ട്, അതിൽ നിന്നെങ്കിലും ആരെങ്കിലും തരണമെന്ന്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു, കാരണം റിക്വസ്റ്റ് ചെയ്യില്ലേ. അപ്പോൾ അഭിലാഷ് പറഞ്ഞു ആരെയും വേണമെങ്കിൽ സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ അനീഷ് അപ്പോൾ അതിൽ കയറി ഇടപെട്ട് അനീഷ് പറഞ്ഞു അങ്ങനെ വേണ്ട, തരുവാണെങ്കിൽ നമുക്ക് ഒരാളെ പെർമനൻ്റായിട്ട് തന്നെ തരണമെന്ന്. അങ്ങനെ അനീഷ് വാദിച്ച് എന്നാലും അനീഷ് ഒരു കാര്യം ഏറ്റെടുത്ത് അറിയാമല്ലോ, പറഞ്ഞ് അത് നേടിയെടുത്ത്. അത് ഒരു അഭിലാഷിനെന്താ ഒരടിയായി മാറി. കാരണം അനീഷിനെ നിർത്തിയത് തന്നെ ജിസേലിനൊരു അടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അഭിലാഷിനാണ് അവിടെ തിരിച്ചടി കിട്ടിയത്. അതുപോലെ തന്നെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനുള്ള ഇതിൽ ജിസേലിനെ കൊണ്ടുവരണം. നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേഷനിൽ കൊണ്ടുവരണമെന്ന്. പക്ഷേ അതും കണ്ടില്ല. എന്താണ് കിട്ടിയത്? 2 വോട്ടേ ജിസേലിനെ കിട്ടിയുള്ളൂ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാവുന്ന അഭിലാഷിന് ജിസേലിനോടൊരു എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി ഗെയിമിൻ്റെ ഇതായിട്ട് ഇനി ജിസൈൽ നല്ലൊരു ഗെയിമറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി കളിക്കുന്നതാണോ എന്ന് ചോദിച്ചാലും അറിയില്ല. എനിവേ അങ്ങനെയുള്ള ഒരു ഇതുണ്ടായി ബിഗ് ബോസിനുള്ളിൽ.